നമസ്തേ. 2026 വിഷുഫലമാണ് പറയുന്നത്. അശ്വതി ഭരണി കാർത്തിക 1-ാം പാദം മേടക്കൂറ്. ഇവർക്ക് നല്ല ഫലങ്ങളാണ്. എന്നാൽ കുറച്ച് ഒരു 30% മോശമായ ദോഷഫലങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർ ചെയ്തു വച്ചിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ തുടർന്ന് ചെയ്യാവുന്നതാണ്. അതിൽ ധനമോ ശേഷിയോ ശേമുഷിയോ ഉപയോഗിച്ച് വിജയിപ്പിക്കാൻ കഴിയും, സംശയമില്ല. ക്ഷോഭം കുറയ്ക്കണം. വിജയത്തിൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ്. ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് ഈ ഒരു വർഷക്കാലം എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് താനേ മാറ്റിത്തന്നെ മുന്നോട്ട് പോകണം. മുന്നിൽ കിടക്കുന്ന ഒരു കല്ല് എടുത്ത് മാറ്റിത്തരാൻ ആരും വരില്ല. നിങ്ങൾ തന്നെ എടുത്ത് മാറ്റി സ്വയം മുന്നോട്ട് പോയി വിജയത്തിലെത്താം. അല്ലാതെ സ്വയം അല്ലെങ്കിൽ ഇവിടെ നിന്ന് പൊട്ടിമുളച്ച ഒരു ഭാഗ്യം ഉണ്ടാകും എന്ന അവസ്ഥയിൽ അല്ല മേടക്കൂറുക. ഒരു കാര്യം സുഹൃത്തെന്നുള്ള നിലയിൽ, ജ്യോത്സ്യനുള്ള നിലയിലും എനിക്ക് പറയാൻ കഴിയുന്നത് ബ്രേവ്ലി യു ഗോ ഫോർവേഡ്, അത് സംശയിക്കണ്ട. അടുത്തത് കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി മകയിരം 1, 2 പാദങ്ങൾ അവരുടെ വിഷുഫലമാണ്. ഇത് എല്ലാ രീതിയിലും സമ്പൂർണ്ണ വിജയം, സമ്പൂർണ്ണ ഭാഗ്യം അവർക്ക് കാണുന്നുണ്ട്. പഠിക്കുന്നവർക്ക് അല്പം കൂടി ശ്രദ്ധിച്ചാൽ റാങ്കിലേക്ക് വരാം. CA, MBBS, എൻജിനീയറിംഗ് ഇവരായി പഠിക്കുന്നവർക്കെല്ലാം കുതിച്ചു വരാൻ കഴിയും. രോഹിണി പ്രത്യേകിച്ച് ഈ വിഷുഫലം ഗ്രേറ്റാണ്, സംശയമേ ഇല്ല. വിവാഹം, ഭാഗിച്ചു കിട്ടാനുള്ള വസ്തു, അതൊക്കെ നമുക്ക് വിജയത്തിലെത്തിക്കും, സംശയിക്കണ്ട. അടുത്തത് മിഥുനക്കൂറാണ്. അതായത് മകയിരം 3-ാം പാദം, 4-ാം പാദം, തിരുവാതിര, പുണർദം, ആദ്യത്തെ 3 പാദം. ഇതാണ് മിഥുനം. ഇവർക്ക് ഭാഗ്യത്തിന് പുറമെ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നത്, വീട്ടിൽ സംഭവിക്കുന്നത്, അയൽവീട്ടിൽ, നാട്ടിൽ ഒക്കെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിയുന്നവരാണ്. അതുകൊണ്ട് അതൊരു പ്രവചന ജോലിയായി പോകണമെന്നില്ല. സ്വകാര്യമായി അത് ലാളിക്കാം, ഡെവലപ്പ് ചെയ്തെടുക്കാം ആ പവർ. അത് വിഷുഫലത്തിൻ്റെ കൂടെ പറയേണ്ടതെന്നാണ്. ഉഭയരാശിയാണ്. നിങ്ങൾ കോപാകുലരല്ല. നിങ്ങൾ വിചാരിക്കുന്നതെല്ലാം നിങ്ങളടുത്ത് എത്തിച്ചേരും. കോപാകുലരല്ല എന്ന് പറഞ്ഞാൽ കോപിപ്പിക്കാൻ, ദേഷ്യപ്പെടുത്താൻ ചിലർ ശ്രമിച്ചാലോ, അത് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഡൗൺ ആയിപ്പോകും. അങ്ങനെ വരാൻ പാടില്ല. അടുത്തത് പുണർദം 4-ാം പാദം, പൂയം, ആയില്യം, കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറുകാർക്കും ഈ വിഷുഫലം അത്ര കണ്ട് ശുഭകരമല്ല. എന്നാൽ വീണു പോകില്ല. വലിയതായിട്ട് തകർച്ച ഉണ്ടാകാൻ സാധ്യതയില്ല. പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീ സുഹൃത്തുക്കളും സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷ സുഹൃത്തുക്കളും അന്യോന്യം സഹായ സഹകരണങ്ങൾ ചൊരിയുന്ന കാലമാണ് ഈ രാശിക്കാർക്ക്. അത് നിയന്ത്രിക്കണം പരസ്പരം. കുടുംബം ഇന്നും എത്ര മോഡേണൈസ്ഡായാലും കുടുംബം എന്നത് നമ്മൾ മലയാളികൾക്ക്, ഭാരതീയർക്കൊരു പ്രധാന ഘടകമല്ലേ. അതിന് കോട്ടം വരുന്നതൊന്നും ചെയ്യാൻ പാടില്ല. അതിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഉദ്യോഗമുള്ളവർക്ക് പ്രൊമോഷൻ കാലമാണ്. ഉദ്യോഗം ഇല്ലാത്തവർക്ക് കിട്ടാൻ സാധ്യതയുള്ള കാലമാണ്. തുറക്കാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ശക്തമായി പ്രതീക്ഷിക്കാം, മുന്നോട്ട് പോകാം. ഇനി അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രം 1-ാം പാദം വിഷുഫലമാണ്. സ്ഥിരരാശിയാണ്. അത് ഈ രാശിക്ക് അത് പറയാൻ കാരണം പണ്ടേ വിചാരിച്ച് വെച്ചിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട്. അതിൽ നിന്നും ചിലർ മാറുന്നവരല്ല. ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഒരല്പം മാറ്റം സ്വയം വരുത്തണം. ഞങ്ങൾ മറ്റുള്ള ആര് പറഞ്ഞാലും അത് പെട്ടെന്ന് മാറുന്നവരല്ല. നിങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അടുത്തത് ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ, കന്നിക്കൂറ. ഇത് ഉഭയരാശിയാണ്. സാമാന്യം നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്ക് ഇതിൽ കാണുന്നുണ്ട്. ഇവിടെയും പല കാര്യത്തിനും മുന്നിട്ട് നിൽക്കേണ്ടവരാണ് നിങ്ങൾ. വിവാഹത്തിനായാലും മുന്നിട്ട് നിന്ന് ചെയ്യേണ്ടവരാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ പാളിച്ച പറ്റാതിരിക്കാൻ ശ്രമിക്കുക. പുകഴ്ത്തൽ, മുഖസ്ഥിതി, അതിൽ വീണ് പോകരുത്. ഇത്ര മാത്രമേ ഉള്ളൂ. അവരുടെ അതാണ് നിങ്ങളെ പറ്റി പറയുന്നത്. തുലാക്കൂറിൽ വരുന്നത്
4 പാദങ്ങൾ ചിത്തിര, ചോതി, വിശാഖം, 1, 2, 3 പാദങ്ങൾ. ഇതാണ് ഇതിനെപ്പറ്റി ഞാൻ പറയുമ്പോഴെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 6ാമതാണ് ശനി നിൽക്കുന്നത്. ഒരു കാരണവശാലും ഈ ഒരു വർഷമെങ്കിലും നിങ്ങൾ ശനിയെ താഴ്ത്തി പറയരുത്. അദ്ദേഹത്തിന് ചെയ്യാനുള്ളതെല്ലാം ചെയ്യുക. 6ലെ ശനി സർവ്വ സൗഭാഗ്യങ്ങൾ, ആകാശത്തൂടെ പോകുന്നതോ കടലിൽ ചെന്ന് ഒളിക്കാൻ പോകുന്നതോ ആയ ഭാഗ്യങ്ങൾ പോലും നിങ്ങളെ തേടി വരുന്ന കാലമാണ്. ശനി ഭാഗ്യത്തിലാണ് എന്ന് ഓർമ്മിക്കുക. ഇത്രയും നല്ലൊരു വിഷു നമുക്ക് വരാൻ പോവുകയാണ്. പേടിക്കണ്ട. 4ാം പാദത്തിലെ വിശാഖം, അനിഴം, കേട്ടം. ഇത് വൃശ്ചികക്കൂറാണ്. ഓവർ സ്മാർട്ടാണ് എന്ന് എവിടെയും പറയുന്ന ഒരു തലവിധി ഈ 3 പേർക്കുണ്ട്. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പുതിയ വഴുതുകൾ, പാതകൾ തെളിഞ്ഞു വരും. ഉദ്യോഗത്തിലുള്ളവർക്ക് ചിലപ്പോൾ മുകളിൽ നിന്നും ചില തടസ്സങ്ങൾ, അങ്ങനെ അച്ചടക്ക നടപടികൾ, സസ്പെൻഷൻ, ഇവിടെ പണിഷ്മെൻ്റ് ട്രാൻസ്ഫർ, ഇതൊക്കെ വരാം. കുടുംബാന്തരീക്ഷത്തിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പോലും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാം. ട്രാൻസ്ഫറിന് പകരം മറ്റുള്ളവർ പുറംതിരിഞ്ഞ് നിൽക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ സഹായിച്ചിട്ടുള്ളവരായിരിക്കാം. അത് ശ്രദ്ധിക്കണം. ചൂടായി വരുന്നവരെ തണുപ്പിക്കാൻ ശ്രമിച്ചാൽ മതി. നിങ്ങൾ ചൂടാകരുത്, രക്ഷപ്പെടരുത്, തൊഴുത് പിന്മാറുക. വിജയം സുനിശ്ചിതമാണ്.